നമസ്തേ. ആഴ്ചഫലമാണെന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്കിപ്പോൾ വാക്കുകൾ മൂലം ഗുണമാണ്. അപ്രതീക്ഷിത ധനലാഭം, സ്വജനങ്ങളുടെ ആനുകൂല്യം, ശത്രുശല്യം കുറയുന്ന സമയം. എങ്കിലും മാതാവിന് ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമാവില്ല. ചികിത്സയ്ക്കായിട്ട് ധനച്ചിലവുകൾ വരാം. സ്ത്രീകൾ നിമിത്തം മനോദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക. കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സങ്ങൾ വരാം. തൊഴിൽ രംഗത്ത് ചില മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നതല്ല മേടക്കൂറുകാർക്ക്. കാരണം ഈശ്വരാധീനം കുറവുള്ള സമയമാണ്. 7-ാം തീയതി ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല. അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഗുണമുള്ള സമയമാണ്. ഇനി അടുത്തത് ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ്. പൂർവ്വപുണ്യമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ ദോഷമായാലും ഗുണമായാലും കർമ്മരംഗത്ത് പ്രതിഫലിക്കുന്നു. കുടുംബത്തിലെ അധിക ചിലവുകൾ വരാവുന്ന സമയം. കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. വിദേശവാസ യോഗമൊക്കെ ഉള്ള സമയമാണ്. വിദേശത്ത് വാസവും വിദേശത്ത് തൊഴിൽപരമായിട്ട് അലച്ചിലും ഒക്കെ ഉള്ള സമയമാണ്. ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവം തുടരുകയാണ്. എങ്കിലും ലഗ്നാധിപൻ്റെ ഇപ്പോഴുള്ള ലഗ്നസ്ഥിതി, ചന്ദ്രലഗ്നാധിപൻ്റെ ഇപ്പോഴുള്ള ലഗ്നസ്ഥിതി ആത്മവിശ്വാസം വർദ്ധിക്കും. കർമ്മരംഗത്തൊരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാവും. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. 11-ലെ ശനിയാണ്. ധനപരമായിട്ട് ഗുണമുള്ള സമയമാണ്. എങ്കിലും 10-ല് രാഹു സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചില അലച്ചിലും ചില അതൃപ്തിയും അകാരണമായ ഭയവും, ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുള്ള അകാരണമായ ഭയവും ഒക്കെ ഉള്ള സമയമാണ്. 1, 2, 3 തീയതികളിൽ ആരോഗ്യരംഗത്ത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അത്ര അനുകൂലമല്ല. കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സങ്ങൾ വരാം. പ്രവൃത്തികളിലെ ഒരു മന്ദത ഒക്കെ വരാവുന്ന സമയമാണ് 1, 2, 3 തീയതികൾ ഇടവക്കൂറുകാർക്ക്. അടുത്തത് മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. ആരോഗ്യപരമായിട്ട് 3, 4, 5 തീയതികൾ അത്ര അനുകൂലമായിരിക്കില്ല. മാനസിക സമ്മർദ്ദങ്ങൾ കൂടുന്ന സമയം. കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാവുന്ന സമയം. കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മിഥുനക്കൂറുകാർക്ക്. കാരണം 10-ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ കർമ്മരംഗം അത്ര അനുകൂലമല്ല. ചില ദുരിത അനുഭവങ്ങൾ കർമ്മരംഗത്തുണ്ടാകും. അപ്രതീക്ഷിത സ്ഥാനചലനങ്ങൾ, അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരെ ഇതൊക്കെ മിഥുനക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ്. ബുധൻ 2-ാം ഭാവത്തിൽ, ശുക്രൻ 12-ൽ. ഇതൊക്കെ ധനപരമായിട്ട് ചെറിയ ഗുണം തരുന്ന കാര്യങ്ങളാണ്. എങ്കിലും സഹോദരങ്ങൾക്ക് അത്ര അനുകൂലമല്ല. സഹോദര ക്ലേശങ്ങൾ, അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അധിക ചിലവുകളൊക്കെ മിഥുനക്കൂറുകാർക്ക് വരാം. സഹോദരങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങളും മിഥുനക്കൂറുകാർക്ക് വരാം. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അടുത്ത് കർക്കിടക്കൂറുകാരുടെ കാര്യങ്ങൾ. പുണർത്തത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ്. അവർക്ക് അടുത്ത ഒരാഴ്ച അവർക്ക് പൊതുവെ അനുകൂലമായ സമയമല്ല കർക്കിടക്കൂറിന്. 4, 5 തീയതികൾ അത്ര അനുകൂലമായ സമയമല്ല. ധനപരമായിട്ട് അധിക ചിലവുകൾ, ആരോഗ്യപരമായിട്ട് ദേഹാരിഷ്ടതകൾ. അവർ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. ബന്ധുക്കളുടെ മിത്രങ്ങളുടെയൊക്കെ ഇടയിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം അനർത്ഥങ്ങൾ, നിയമപരമായ കാര്യങ്ങളൊക്കെ നേടേണ്ടി വരുന്ന സമയമാണ്. എങ്കിലും ശുക്രൻ 11-ാം ഭാവത്തിലേക്കാണ്. അത് ധനപരമായിട്ട് കർക്കിടക്കൂറുകാർക്ക് കുറച്ച് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. കുടുംബത്തിൽ ധനപരമായിട്ടൊക്കെ ഒരു ഐശ്വര്യവും ഗുണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. 2-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വാക്കുകൾ മൂലം അനർത്ഥങ്ങൾ വരാം എന്നുള്ളതാണ്. പിന്നെ ലഗ്നത്തിലാണെങ്കിൽ ബുധനുമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പരദൂഷണം പറയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്നതായിരിക്കില്ല മറ്റുള്ളവരുടെ ചെവിയിൽ ചെന്നെത്തുക. അപ്പോൾ അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങളും ഇപ്പോൾ കർക്കിടക്കൂറുകാർക്ക് വരാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക്
അനുകൂലമല്ലാത്ത ഒരാഴ്ചയാണ്. കാരണം എടുത്തു ചാടി ഒരു കാര്യത്തിലും പ്രവർത്തിക്കരുത്, വാക്കുകൾ ഉപയോഗിക്കരുത്. ആത്മവിശ്വാസം കൂടിയിട്ട് അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന സമയമാണ്. സഹോദരങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല, എങ്കിലും സഹോദരങ്ങളുടെ സഹായങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാവുന്ന സമയം കൂടിയാണ്. ലഹരി വസ്തുക്കളിൽ ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടി അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. കാരണം ശനി 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു, സർപ്പമാണെങ്കിൽ രാഹു ആണെങ്കിൽ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതൊക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂട്ടും, അതിൽ ചെന്ന് ചാടാൻ പ്രേരണ നൽകും. ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ച, പ്രണയബന്ധങ്ങളിൽ അകൽച്ചയൊക്കെ ഇതുണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചിങ്ങക്കൂറുകാർ മുന്നോട്ട് പോവുക. അധിക ചിലവുകൾ വരാവുന്ന സമയമാണ് ചിങ്ങക്കൂറുകാർക്ക്. 3-4 തീയതികൾ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല, അധിക ചിലവുകൾ വരാം. 6ഉം 7ഉം തീയതികൾ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല. പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന് പെട്ട് ആരോഗ്യനില അനുകൂലമല്ലാതാക്കാനുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്ത കന്യക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. അവർക്ക് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ ചിലവുകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന സമയമാണ്. 12-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും അപമാനം, അപകീർത്തി, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ചെന്ന് ഇടപെട്ട് അപമാന അപകീർത്തിയൊക്കെ വരുത്തി വയ്ക്കാവുന്ന സമയം. അതുമൂലം മാനസിക വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം. എങ്കിലും നാൽക്കാലി ലാഭം, വസ്ത്രാഭരണാദി ലാഭം ഇതൊക്കെ ലഭിക്കാവുന്ന സമയം കന്യക്കൂറുകാർക്ക്. 10-ാം ഭാവത്തിൽ വ്യാഴമാണ്. കർമ്മരംഗത്തെ വ്യാഴം അത്ര കർമ്മരംഗത്ത് അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് അതൃപ്തി, സ്ഥാനഭ്രംശം, ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പ്രതിഫലം കിട്ടാതെ വരിക, ഫലപ്രാപ്തി കുറവ്, ഇതൊക്കെ 10-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കന്യക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ആരോഗ്യപരമായിട്ടും അവർക്ക് അത്ര അനുകൂലമല്ല, സാമ്പത്തികപരമായിട്ടും അത്ര അനുകൂലം ഇല്ലാത്ത സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തത് തുലാക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. ചിത്രയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് ആരോഗ്യ കാര്യത്തിൽ അത്ര അനുകൂലമാകില്ല. അധിക ധനച്ചിലവുകളെയും ഈ ആഴ്ച ഉണ്ടാവും. അധിക ധനച്ചിലവുകൾ ആഴ്ച ഉണ്ടാവും. വാഹനങ്ങളിലൂടെയോ യാത്രകളിലൂടെയോ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും വാങ്ങുന്നതൊക്കെ മൂലം ധനച്ചിലവുകൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുറച്ച് ഷാഠ്യപ്രകൃതം കൂടുന്ന സമയം, അത് കുറയ്ക്കുക. പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എങ്കിലും ബുധൻ 10-ാം ഭാവത്തിൽ, ചൊവ്വ 11-ൽ, ശനി 6-ൽ, വ്യാഴം 9-ൽ, ഇതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യും. വരുമാന വർധനവൊക്കെ തുലാക്കൂറുകാർക്കുണ്ടാവും. പുതിയ സൗഹൃദങ്ങൾ വഴി സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ആരോഗ്യരംഗത്തൊന്ന് ശ്രദ്ധിച്ചു പോകണം. അധിക ധനച്ചിലവുകളെയും മുൻകൂട്ടി അറിഞ്ഞു പോകണം. അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഇവർക്ക് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. വ്യാഴാഴ്ച ഉച്ച മുതൽ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. ശനിയാഴ്ച ഉച്ച വരെയൊക്കെയുള്ള സമയം. ഇവർക്കിപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് കർക്കിടകക്കൂറുകാരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. ധനച്ചിലവുകൾ, ദേഹാരിഷ്ടതകൾ, പിതൃക്ലേശങ്ങൾ, ഈശ്വരാധീനക്കുറവ് ഒക്കെ ഉള്ള സമയമാണ്. കുടുംബത്തിലാണെങ്കിൽ ഒരു അസ്വസ്ഥതകൾ, കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാവുന്ന സമയം. അതുമൂലം ധനച്ചിലവുകളൊക്കെ വരാവുന്ന സമയം. കർമ്മരംഗത്താണെങ്കിൽ കേതുവും ചൊവ്വയാണ്. അപ്പോൾ കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾ, ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, കാര്യങ്ങളിൽ തടസ്സങ്ങൾ, ഇതൊക്കെ കർമ്മരംഗത്ത് ഉണ്ടാകാം. ശുക്രനാണെങ്കിൽ 7-ൽ സഞ്ചരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിക്കും അത്ര അനുകൂലമായ സമയമല്ല വൃശ്ചികക്കൂറുകാർക്ക്. അടുത്തത് ധനുക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. എപ്പോഴും ഇവർക്കൊരു അകാരണ ഭയം, സഞ്ചാരക്ലേശം, പിതാവുമായിട്ട് കലഹങ്ങൾ, പിന്നെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ധനച്ചിലവുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ധനുക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. 6-7 തീയതികൾ ഒരു ഭാഗ്യക്കുറവ്,
ഉണ്ടാകുന്ന സമയം. പിതാവുമായിട്ട് കലഹങ്ങൾ, പിതൃഭാഗ്യം കുറവ്, ഇതൊക്കെയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ധനപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ധനുക്കൂറുകാർക്കുണ്ടാകുന്ന ഒരാഴ്ചയാണ്. മാതാവിനും അത്ര തന്നെ അനുകൂലമായില്ല. എങ്കിലും ലഗ്നാധിപനായ വ്യാഴം, ചന്ദ്രലഗ്നാധിപനായ വ്യാഴം 7-ലാണ്. അപ്പോൾ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് കരകയറി പോരാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. വാക്കുകൾ മൂലം മറ്റുള്ളവരുടെ ശത്രുത വരാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൽ, ബന്ധുക്കളുടെ ഇടയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഇവർക്ക് 1-ാം തീയതി, 1, 2, 3, 4 തീയതികളിലൊക്കെ മാനസിക സ്വസ്ഥത കുറയുന്ന സമയം. ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണെങ്കിലും ശത്രുപീഡകൾ, പിന്നെ അപകടങ്ങൾ, പിന്നെ മുറിവ്, പൊള്ളൽ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയം. സഹോദരങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്ന സമയം. സഹോദരങ്ങൾക്കാണെങ്കിലും അത്ര അനുകൂലമല്ല. 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു, സർപ്പം സഞ്ചരിക്കുന്നു. വാക്കുകൾ ശ്രദ്ധിക്കുക. ബുധനാണെങ്കിൽ 7-ലാണ്. അപ്പോൾ വാക്കുകൾ മൂലം മനോവ്യസനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. ശത്രുക്കളുടെ വർധനവ് കൂടുതൽ ഉണ്ടാകേണ്ട സമയമാണ് മകരക്കൂറുകാർക്ക് വാക്കുകൾ മൂലം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. വ്യാഴമാണെങ്കിൽ 6-ൽ സഞ്ചരിക്കുന്നു. ഉദര സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. ചെവി സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഇതൊക്കെ മകരക്കൂറുകാർക്ക് അലട്ടാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവാധീനം കുറയുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അടുത്ത കുംഭക്കൂറുകാരുടെ കാര്യം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. ഇവർക്ക് 7-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവുമാണ്. അപ്പോൾ കൂട്ടുസംരംഭങ്ങളിൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ വേർപിരിഞ്ഞ് പോകേണ്ട സമയമൊക്കെയാണ്. ഒറ്റപ്പെടാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാം. അതുമൂലം കാര്യങ്ങളിൽ കാലതാമസങ്ങൾ വരും. അലസത, മടി, ഉന്മേഷക്കുറവ്, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക്. 1, 2, 3, 4 തീയതികളൊക്കെ അത്ര അനുകൂലമല്ല. പിന്നെ ചന്ദ്രലഗ്നത്തിൽ സർപ്പം സഞ്ചരിക്കുമ്പോൾ ശിരോരോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടും. ദേഷ്യമൊക്കെ വർദ്ധിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് കോപം വർദ്ധിക്കുന്ന സമയമാണ്. അധിക ചിലവുകൾ വരാം. എങ്കിലും ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ് കുംഭക്കൂറുകാർക്ക്. പക്ഷേ ചിലവും അതിനനുസരിച്ചുണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ, യാത്രകൾ മൂലമോ ഒക്കെ അധിക ചിലവുകൾ വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്വസ്ഥത കെടുത്താം. ശ്വാസകോശം സംബന്ധമായ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. ശിരോരോഗങ്ങൾ അലട്ടാം. ഇതൊക്കെ കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ വരാവുന്ന സമയമാണ്. 1, 2, 3, 4 തീയതികളൊക്കെ അത്ര അനുകൂലമല്ല. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുംഭക്കൂറുകാർ ഒരു കാര്യത്തിൽ എടുത്ത് ചാടി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അടുത്ത മീനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ജൂലൈ 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ച. പൂരട്ടാതിയുടെ അവസാന കാൽഭാഗം. ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. ഇവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിഷസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്ന സമയം. സർപ്പത്തിൻ്റെ കടി മൂലമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പട്ടികളുടെയൊക്കെ കടി മൂലമോ, അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച് വിഷസംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. കാരണം ചന്ദ്രലഗ്നത്തിൽ ശനിയാണ്, 12-ാം ഭാവത്തിൽ സർപ്പവുമാണ്. അപ്പോൾ ദൂരദേശ ഗമനം, അലച്ചിൽ, ഇതൊക്കെ ഉണ്ടാവും. കാര്യങ്ങളിൽ ഫലപ്രാപ്തി കുറവ്. പിന്നെ വാതരോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. ഗർഭാശയ രോഗങ്ങൾ അലട്ടാം. 4, 5, 6, 7 തീയതികൾ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമാകില്ല. പ്രത്യേകിച്ച് മീനക്കൂറുകാർ
ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് അവർക്ക് അത്ര അനുകൂലമായ സമയത്തിലൂടെയല്ല ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കി ആത്മീയ കാര്യങ്ങളിലേക്ക്, നാമജപാതി കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നാമജപം മാത്രമാണ്. ഇത് വ്യക്തിപരമായ ഒരാളുടെ കാര്യം പറയുന്നതല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കലിയുഗമാണ്. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം, ഏറ്റവും ഫലപ്രദമായ പരിഹാരം സ്വയം ചെയ്യാവുന്ന, കാശ് മുടക്കില്ലാത്ത, ഭഗവാനിലേക്ക് ആത്മസമർപ്പണം നടത്തി നാമജപം ജപിക്കുക. ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ആ നാമജപം നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോരും, ദോഷങ്ങളൊക്കെ കുറച്ച് കൊണ്ടുപോരും. ജാതകവശാലുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അത് പ്രത്യേകം ഒരു പരിഹാരം കൊണ്ടും സാധിക്കില്ല. ഈ ചാരവശാലുള്ള കാര്യങ്ങൾക്കാണ് മാറ്റമുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വലിയ പാറക്കല്ല് തലയിൽ വീഴേണ്ട സമയത്ത് ഈ നാമജപ ആത്മസമർപ്പണത്തോടെയുള്ള, ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള നാമജപം നടത്തിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ദിവസവും നാമം ജപിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും പുറകെ പിന്നീടാണ്. ആദ്യത്തെ കാര്യം നാമജപമാണ്. അത് ചെയ്യുക. അത് നടത്തിയാൽ തന്നെ അതിൻ്റെ ഒരു ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നാമം ജപിക്കാതെ വേറെ എന്ത് പരിഹാരം ചെയ്തിട്ടും ഒരു ഗുണവും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും കൂടി മനസ്സിലാക്കുക. നമ്മളിപ്പോൾ കുറേ കാശ് കൊണ്ടുപോയിട്ട് വേറൊരാളൊരു ആചാര്യനെ ഏൽപ്പിക്കുകയാണ് ഹോമവും പൂജയൊക്കെ ചെയ്യാനായിട്ട്. വീട്ടിലാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കുകയും ചെയ്യുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഫലപ്രാപ്തി ഉണ്ടാവുന്നില്ല. എന്താ കാരണം? നമ്മൾ നാമം ജപിക്കുന്നില്ല. അത് തന്നെയാണ് കാരണം. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നാമജപത്തിലൂടെ അല്ലാതെ നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്ത് കാര്യത്തിനും. അപ്പം നാമം ജപിക്കുക എല്ലാവരും. നമ്മുടെ ദോഷങ്ങളെയൊക്കെ ഒരു പരിധി വരെ അകറ്റാൻ, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈശ്വരനിലേക്കുള്ള നമ്മുടെ പൂർണ്ണ സമർപ്പണത്തോടെയുള്ള നാമജപം അത് നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ചെയ്യുക എല്ലാവരും. നമ്മുടെ ദോഷങ്ങളെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.